Dhanalakshmi Hire Purchase and Leasing Limited. നമസ്കാരം. മുഴുനീള വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ രക്ഷപ്പെട്ടത് പടക്കം പൊട്ടിച്ച് കടുവയെ വലയിലാക്കാൻ വനം വകുപ്പ് ശ്രമിക്കുന്നതിനിടെ. ദൗത്യം അവസാനിപ്പിച്ച് വനം വകുപ്പ്. പ്രതിഷേധിച്ച നാട്ടുകാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരെ തടഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 40 നാൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി സ്ഥാനാർത്ഥികൾ. രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമെന്ന വി ഡി സതീശന്റെ ആരോപണം തള്ളി EP ജയരാജൻ. തെളിവുണ്ടെന്ന് വി ഡി സതീശൻ. വെള്ളിയാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനത്തിനെതിരെ കൂടുതൽ മുസ്ലിം സംഘടനകൾ. CPIM-ഉമായുള്ള പടലപ്പിണക്കം അവസാനിപ്പിച്ച S രാജേന്ദ്രൻ. മൂന്നാറിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തു. സമവായം മുതിർന്ന നേതാക്കൾ രാജേന്ദ്രനുമായി നടത്തിയ ചർച്ചയിൽ. മറ്റു പാർട്ടികളിൽ നിന്നെത്തുന്നവർക്ക് അമിത പ്രാധാന്യം നൽകുന്നതിനെതിരെ BJP-യിൽ പൊട്ടിത്തെറി. എതിർപ്പുമായി മുതിർന്ന നേതാവ് CK പത്മനാഭൻ. കാസർഗോഡ് NTA കൺവെൻഷനിൽ പത്മജയെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിൽ പരസ്യ പ്രതിഷേധം. കോഴിക്കോട് യുവതിയെ കൊലപ്പെടുത്തിയ പ്രതി പിടിയിലായത് കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാൻ. കൊലപാതകം മോഷ്ടിച്ച ബൈക്കുമായി തിരികെ വരുമ്പോൾ അനുവിനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായി. വാർത്തകൾ വിശദമായി അറിയാം. കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെട്ടു.